മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. പ്രതിപക്ഷത്തിന് അസൂയ. കൗൺസിലിന്റെ അംഗീകാരത്തോടെയാണ് സ്റ്റേഡിയം നവീകരണമെന്ന് ചെയർപേഴ്സൺ AP നസീമ. ഭരണമുണ്ടായിരുന്ന സമയത്ത് സ്റ്റേഡിയം അടച്ചിട്ടവരാണ് ഇന്നത്തെ പ്രതിപക്ഷമെന്നും ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, KK സലാം മാസ്റ്റർ എന്നിവർ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. അത് ഫുൾ ഡീറ്റെയിൽ ഇല്ലാതെ എങ്ങനെയാ ഒരു പ്രൊജക്ട് ടെൻഡർ ചെയ്യാം? ആ ടെൻഡർ ചെയ്യണം, ആദ്യം എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, പിന്നീട് അത് പൈസ വെക്കണം, ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്തിട്ട് അത് ആരെങ്കിലും കോട്ട് ചെയ്ത് ഒരു ഏജൻസിക്ക് കൊടുത്താൽ ഏജൻസി കോട്ട് ചെയ്ത് അവർ എഗ്രിമെന്റ് വെക്കണം. എഗ്രിമെന്റ് വെച്ച് അവർക്ക് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാം. ഇത്രയും പ്രോസസ്സ് ഇതിന്റെ ഉള്ളിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഉന്നയിക്കണ ആ ഒരു വാദം, അതാണ് ശരിക്കും ഒരു പൊട്ടത്തരം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൊള്ളയായ അവരുടെ ഒരു രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ ഗതികേടാണ് അവർ വിളിച്ചു പറയുന്നത്. ഒരു നഗരസഭ വെച്ച ഫണ്ട്, അതായത് 1,05,00,000 രൂപയുടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി MLA തരാനുള്ള കാശിൻ്റെത് MLA അതിന്റെ പ്രോസസ്സ് നടന്നിട്ടില്ല. MLA അവിടുന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏജൻസി ടെൻഡർ ചെയ്തിട്ടുണ്ട്. അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നഗരസഭയ്ക്ക് ലെറ്റർ വരും. നഗരസഭ ഈ സൈറ്റിൽ ഞാൻ അനുമതി ചോദിക്കും, നഗരസഭ അത് ചെയ്യാനുള്ള അനുമതി കൊടുക്കും. അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ബാക്കിയുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വെച്ച പൈസന്റെ 1,05,00,000 രൂപേന്റെ മുഴുവൻ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ പുഴയോരം കുറെ പുഴയിലേക്ക് പോയിട്ടുണ്ട്, പുഴയുടെ സൈഡ്. അത് ഫുള്ളും കെട്ടാൻ 35 ലക്ഷം രൂപേന്റെ വർക്ക് ടെൻഡർ ചെയ്തപ്പോൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരിതൊന്നും ചെയ്യൂല എന്ന് വിചാരിച്ചു കൊടുത്ത് സ്റ്റേഡിയത്തിൽ ഇത്രയൊക്കെ വർക്ക് നടക്കുമ്പോഴുള്ള ഒരു വിറളി തന്നെയാണ് ഈ ഒരു ഇവരുടെ ഒരു പ്രതിഷേധ സമരങ്ങളുടെ പിന്നിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്കത് കഴിഞ്ഞ് 24/12/2024 കൗൺസിലിന്റെ 1-ാം നമ്പർ അജണ്ട പ്രകാരമാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ഗ്രൗണ്ട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിൽ തീരുമാനമെടുത്തത്. നമുക്കറിയാം, ഈ 2024-25 വർഷത്തിലെ 400/25 എന്ന വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ നവീകരണം എന്ന് പറഞ്ഞ് നമ്മളതിന് ഫണ്ട് വകയെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 24/12/24 കൗൺസിൽ എടുത്ത് വരികയും ആ കൗൺസിൽ ഭൂരിപക്ഷ പ്രകാരം അംഗീകരിച്ചു. ആ അംഗീകരിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്ത് ക്ഷണിച്ചു. 7/1/25 ആ പത്രപരസ്യം ക്ഷണിച്ചത്. ആ പത്രപരസ്യം ക്ഷണിച്ചനുസരിച്ച് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ സെൻറ്റേജ് ചാർജ് അനുസരിച്ചിട്ടുള്ള ഏജൻസി ലഭിച്ചിരുന്നു. ആ ഏജൻസിക്ക് കൊടുക്കുന്ന കാര്യം തുടർന്നുള്ള കൗൺസിലിൽ നമുക്ക് ചർച്ചയിൽ വന്നു. ആ കൗൺസിലിൽ ഇതുപോലെ തന്നെ ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രതിപക്ഷം അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ അവരെ എതിർപ്പിനെ കവനിച്ചുകൊണ്ട് കൗൺസിലിൻ്റെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ആ ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ അവിടെ പ്രവൃത്തി നടക്കുന്നത്. ഏതായാലും അവിടെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് സ്റ്റേഡിയമായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യം. പ്രതിപക്ഷത്തിൻ്റെ അപവാദ പ്രചരണങ്ങളിൽ തലകുനിക്കാത്ത ഒരു ചെയർപേഴ്സണും അതിനെ മുഖവലിക്കടിക്കാത്ത ഒരു ഭരണസമിതിയുമാണ് തിരൂരിൽ ഭരണം നടത്തുന്നത്. അപവാദ പ്രചരണങ്ങളിൽ തളർത്താനോ തകർക്കാനോ കഴിയാത്ത ഒരു കൗൺസിലാണ് നിലവിലുള്ളത്. തീർത്തും ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഈ കൗൺസിലിന്റെ പ്രയാണം. ഓരോന്നും കൃത്യതയോടെ നിയമപരമായി മാത്രം ചെയ്യുന്ന ഒരു കൗൺസിലാണിത്. അതുകൊണ്ട് തന്നെ അപവാദങ്ങളെ ഭയപ്പെടേണ്ടതില്ല. തിരൂരിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ട കഴിവും ഉത്തരവാദിത്തവും അവ പറഞ്ഞാൽ വിശ്വാസത്തിലെടുക്കുന്നവരുമാണ് ഈ കൗൺസിലിന്റെ വാക്കുകൾ. ജനങ്ങളും അങ്ങനെ തന്നെയാണ് കാണുക. അപ്പൊ അപവാദം കൊണ്ട് മോശക്കാരാക്കാം എന്ന് ധരിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. തീർച്ചയായിട്ടും ഈ കൗൺസിലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു വലിയവർക്കും വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിലെ സാരഥ്യം അരുളുന്ന ആർക്കെങ്കിലുമൊക്കെ വേണ്ടി തിരൂർ നഗരസഭയുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ നഗരസഭാ കൗൺസിൽ സന്നദ്ധമല്ല. തീർച്ചയായും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, സ്പോർട്സ് പ്രേമികൾക്ക് വേണ്ടി തന്നെയാണ് ഈ കൗൺസിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്യായമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അംഗീകരിക്കാത്തത്.